الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സത്യവിശ്വാസിനികൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നോ ആമുഖമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, അതീവ ഗൗരവത്തോടെ തന്നെ വസിയത്ത് ചെയ്യുകയാണ്. ഭൗതികമായ ഈ ലോകത്ത് മറ്റെല്ലാ ജീവികളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള മനുഷ്യ സമൂഹത്തിന് ഏറ്റവും പ്രത്യേകിച്ചുള്ള ഗുണമായി കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് നാളേക്ക് കരുതി വെക്കുവാനുള്ള ചിന്താശേഷിയുണ്ട് എന്നതാണ്. വലിയ ലക്ഷ്യങ്ങളുമായി വലിയ വലിയ ഉദ്ദേശങ്ങളോടുകൂടി ജീവിക്കുന്നവരാണ് മനുഷ്യ സമൂഹം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാനും അത് നേടിയെടുക്കുവാനും വേണ്ടി ഒരായുഷ്കാലം മുഴുവൻ പണിയെടുക്കുന്നവരാണ് മനുഷ്യർ. ആ ലക്ഷ്യത്തിന് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദുനിയാവിലെ ലക്ഷ്യങ്ങളെ പിന്നാലെ ചെന്ന് പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ കഠിനമായ പരിശ്രമത്തിന് അർഹമായത് ലഭിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ മറന്നു പോകുന്ന ഒരു യഥാർത്ഥ ലക്ഷ്യമാണ്. പലപ്പോഴും മനുഷ്യന്മാർ മറന്നു പോകുന്ന കാര്യം പരലോകത്തെ വിജയം, അതായത് സ്വർഗം നേടുക, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്നതാണ്. ആ ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുന്ന, ആ ഒരു ദിവസത്തെ പറ്റി ചിന്തകളില്ലാത്ത, അതിനുവേണ്ടി യാതൊന്നും പണിയെടുക്കാത്ത വലിയൊരു സമൂഹം മനുഷ്യന്മാർ, വലിയൊരു വിഭാഗം ജനത
കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾക്കിടയിലുണ്ട്. ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന, താക്കീത് നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നരകത്തെ പറ്റി. നരകത്തിന്റെ കാഠിന്യത്തെ പറ്റിയാണ് ആദ്യം പറഞ്ഞു വന്നത്. ഒരുപാട് ഭാഗങ്ങളിലായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഭയാനകതയെ പറ്റി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനും നമ്മൾക്ക് അതുപോലെ തന്നെ നിർദ്ദേശം നൽകുന്നുമുണ്ട്. നരകത്തിന്റെ ഇന്ധനങ്ങളായിക്കൊണ്ട് മനുഷ്യനും കല്ലുകളുമാണ് എന്ന് നമ്മൾക്ക് ഖുർആൻ ഒരു താക്കീത് നൽകുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യനെയും കല്ലിനെയും അവിടെ ഒരുമിച്ച് പറഞ്ഞത്? നമ്മളുടെ സാന്ദർഭികമായിട്ടുള്ള ഈ സാഹചര്യം, നമ്മളുടെ ഈ ഒരു ജീവിതത്തിനിടയിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും തീ പടരുവാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ മണല് സൂക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും, മണ്ണ് സൂക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ പരിധിയിൽ നിന്ന് തീ പടർന്നു പിടിക്കുമ്പോൾ അതിനെ കെടുത്തുവാനുള്ള ഒരു മാർഗമായിക്കൊണ്ടാണ് നമ്മൾ ഈ മണ്ണിനെയും കല്ലിനെയും ഒക്കെ കാണുന്നത്. അതിനേക്കാൾ ദൃഢമായിട്ടുള്ള ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നാളെ നരകത്തിന്റെ ഇന്ധനങ്ങളായിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ നരകത്തിന്റെ ഭയാനകത എത്രത്തോളമാണ് എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനും കല്ലും അതിന്റെ ഇന്ധനങ്ങളാണ് എന്ന് പഠിപ്പിച്ചു തരുന്നത്. കണക്കുകൾ നോക്കുകയാണ് എങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങുവാൻ കഴിയുന്ന ഏതാണ്ട് കൂടിയ ചൂട് എന്ന് പറയുന്നത് മാക്സിമം 60 ഡിഗ്രി വരെ. അതിനും അപ്പുറത്തേക്ക് പോയാൽ അതിനു മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സൂര്യാഘാതമേറ്റ് ചൂട് കൂടുതൽ കാരണം ഒരുപാട് ആളുകൾക്ക് പ്രയാസം അനുഭവിക്കുന്നവർ നമ്മൾ അനുഭവിച്ചത്. മറ്റു പല സ്ഥലങ്ങളിൽ ചൂടിന്റെ ആധിക്യം കാരണം മരണപ്പെട്ടു വീഴുന്ന ആളുകളുടെ വാർത്തകൾ നമ്മൾ അറിയാറുണ്ട്. ഒരു മനുഷ്യന് താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ചൂടാണ് ഒരു 60 ഡിഗ്രി എന്ന് പറയുന്നത്. വീണ്ടും അപ്പുറത്തേക്ക് പോകുമ്പോ നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ള ചൂടുകൾ ഏതാണ്ട് തിളക്കണമെങ്കിൽ 100 ഡിഗ്രിക്ക് മേലെ ചൂട് വേണം, 100 ഡിഗ്രി വേണം. അതിനും അപ്പുറത്തേക്ക് പോകുമ്പോ ഇങ്ങനെ ഓരോ കണക്കുകൾ നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോ നമ്മളുടെ കയ്യിൽ കണ്ണിൽ കാണുന്ന ഒരു കല്ലിനെ, ഒരു ഖരാവസ്ഥയിലുള്ള ഒരു കല്ലിനെ ഉരുക്കി ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റണമെങ്കിൽ, അതിനെ അലിയിച്ച് കളയണമെങ്കിൽ ഏതാണ്ട് ഈ പറഞ്ഞതിനും എത്രയോ ഇരട്ടിയാണ്. ഏതാണ്ട് 1200 ഡിഗ്രിക്ക് മേലെ ചൂടിനാവശ്യം. ഒരു കല്ലിനെ ഉരുക്കി ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റണമെങ്കിൽ, ഒരു അഗ്നിപർവ്വതത്തിൽ നിന്ന് പൊട്ടിപ്പുറത്തു വരുന്ന ലാവയ്ക്ക് അത്രമേൽ ചൂടുണ്ട്. അതിനും അടിത്തട്ടിൽ നിന്ന് വരുന്ന മാഗ്മ, അതിന് ഏതാണ്ട് 2000-നും 2500-നും മേലെ ഡിഗ്രി ചൂടുണ്ട്. ഈ ചൂടാണ് നരകത്തിലെ ചൂടായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പ്രവാചകൻ ഒരുപാട് സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ സ്വഹാബികളും നബിതങ്ങളും ഒരുമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നബി പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നരകത്തിലേക്ക് ഇട്ട ഒരു കല്ല് 70 വർഷങ്ങൾക്കിപ്പുറം നരകത്തിന്റെ അടിത്തട്ടിൽ വന്ന് തട്ടുന്ന ഒരു ശബ്ദം കേട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, ഒരു മുന്നറിയിപ്പ്. ഈ ദുനിയാവിലെ നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള തീ ഉണ്ടല്ലോ, ചൂടുണ്ടല്ലോ, ആ ചൂട് എന്നത് നരകത്തിലെ ചൂടിന്റെ 70-ൽ ഒരംശം മാത്രമാണ്. നരകത്തിലെ ചൂടിന്റെ 70-ൽ ഒരംശം. ഇത് കേട്ടുകൊണ്ട് സ്വഹാബികള് ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ, പ്രവാചകരെ
ഇതൊരു മനുഷ്യനെ കരിച്ചു കളയുന്നതിനും അപ്പുറമല്ലേ, അതിനേക്കാൾ ശേഷിയുള്ളതല്ലേ? നബി തങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫുദിലത് അലൈഹിന്ന ബിതിസ്അത്തിൻ വസിത്തീന ജുസ്അ കുല്ലഹുന്ന മിസ്ല ഹരിഹാ. പ്രവാചകൻ അതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ തീ ദുനിയാവിലെ തീയേക്കാൾ 69 ഇരട്ടി മടങ്ങ് ചൂടുണ്ടാകും. അതിലെ ഓരോ ഭാഗവും എന്ന് പറയുന്നത് നിങ്ങൾ ഈ കണക്കാക്കിയ ചൂടിനേക്കാൾ അധികമാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞു വെച്ച കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടിയ ചൂടായിക്കൊണ്ട് നമ്മൾ കണക്കാക്കിയത് ആ ചൂടിന്റെ 69 ഇരട്ടി മടങ്ങ് എത്രയാണോ അതാണ് നരകത്തിലെ ചൂടായിക്കൊണ്ട് നിങ്ങൾ ഏതാണ്ട് കണക്കാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾക്ക് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്? ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങുവാൻ കഴിയുന്നതിനും എത്രയോ മടങ്ങ് ചൂടാണ് നരകാഗ്നിക്കുള്ളത് എന്ന് പ്രവാചകൻ നമ്മളെ അടിവരയിട്ട് പഠിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? ആ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി, ആ നരകത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി. അതിനു മുൻപേ, ആ നരകത്തിൽ പെടുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി മുന്നറിയിപ്പ് നൽകിയതാണ്. മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ആ മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും ആ നരകാഗ്നിക്ക് വേണ്ടി പണിയെടുക്കുന്ന, അറിഞ്ഞുകൊണ്ടോ അറിയാതെ ആ നരകത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഭൗതികമായ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം, ഇച്ഛകൾ, നമ്മളുടെ സ്വന്തം ഇച്ഛകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി മാത്രം ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ജനസമൂഹം നമ്മൾക്കിടയിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾക്ക് വലിയ താക്കീത് നൽകി, നമ്മൾക്ക് മുൻകരുതൽ എടുക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് താക്കീത് നൽകി. ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. ആ ഓർമ്മപ്പെടുത്തലാണ് വീണ്ടും വീണ്ടും ഖുർആൻ അടിവരയിട്ട് പറയുന്നത്. വീണ്ടും ഖുർആൻ പറയുകയാണ്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. നരകത്തിന് വേണ്ടിയിട്ട്, ജഹന്നമിന് വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യന്മാരെയും ജിന്നുകളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ജനിക്കുമ്പോൾ മുതൽ തന്നെ നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ല. അവരവരുടെ കർമ്മഫലങ്ങൾ കൊണ്ട്, അവരവരുടെ ഭൗതികമായ ലോകത്തെ അവരുടെ ചെയ്തികൾ കൊണ്ട് അവർ നേടിയെടുത്തതാണ് അവരുടെ നരകം. ഭൗതികമായ ലോകത്തെ ജീവിതത്തെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം ഉപയോഗപ്പെടുത്തിയ, നാളെ ഒരു ജീവിതം എനിക്ക് കടന്നു വരാനുണ്ട് എന്ന യാതൊരു ബോധവും ഇല്ലാത്ത, ആ ഒരു ദിവസത്തെ പറ്റി ചിന്തയില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, നാളേക്ക് വേണ്ടി പണിയെടുത്തു വെക്കാത്ത മനുഷ്യന്മാർ. ദുനിയാവിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ നേടിയെടുത്തു എന്ന് പറഞ്ഞാലും നാളത്തേക്ക് വേണ്ടി ഒരു പണിയും എടുത്തു വെക്കാത്ത, ഒന്നും തയ്യാറാക്കി വെക്കാത്ത ആ മനുഷ്യന്മാരെ പറ്റിയാണ് പറയുന്നത്. അവരാണ് നരകത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടത്. അവരുടെ കർമ്മഫലങ്ങൾ കൊണ്ട് അവർ നേടിയെടുത്ത, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ച നരകമാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ എന്താണ് എന്നും അവരെന്തുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നു എന്നും ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആൻ തന്നെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അല്ലാഹു എല്ലാ മനുഷ്യന്മാർക്കും നൽകിയതുപോലെ അവർക്ക് ഹൃദയങ്ങൾ നൽകി, ആരോഗ്യമുള്ള ഹൃദയത്തെ, ആരോഗ്യമുള്ള ഒരു മനസ്സിനെ നൽകി. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, അവർ അതുകൊണ്ട് അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. അവർ അവരുടെ മനസ്സുകൾ കൊണ്ട് ചിന്തിക്കുന്നത്, അവരുടെ ഹൃദയത്തെ കൊണ്ട് അവർ ചിന്തിക്കുന്നത് എന്റെ നാളത്തെ ദുനിയാവിലെ ജീവിതം എത്രത്തോളം ഭംഗിയുള്ളതാക്കാം, എത്ര സുഖമുള്ളതാക്കാം എന്നത് മാത്രമാണ്. വീണ്ടും ഖുർആൻ പറയുകയാണ്, വലഹും ആയുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് മറ്റെല്ലാ മനുഷ്യന്മാരെ പോലെയും അവർക്ക് കണ്ണുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, അവർ കാണേണ്ടത് കണ്ട് മനസ്സിലാക്കുന്നില്ല. അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നത് അവരുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നത് മാത്രമാണ്. അവരുടെ കണ്ണുകൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രമാണ് അവരുടെ കണ്ണുകളിലൂടെ അവർ കാണുന്നത്. വീണ്ടും പറയുന്നുണ്ട്, വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് അല്ലാഹു എല്ലാ മനുഷ്യന്മാരെ പോലെയും രണ്ട് ചെവികൾ നൽകപ്പെട്ടു. എന്നാൽ
ലാ യസ്മഊന ബിഹാ, ആ ചെവികൾ കൊണ്ട് അവർ കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കുന്നില്ല. അവർ കേൾക്കുന്നത് മുഴുവൻ അവരുടെ ചെവികൾക്ക് ആനന്ദം നൽകുന്ന, വിനോദം നൽകുന്ന, സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രമാണ്. അവരെന്താണോ കേൾക്കുവാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്തൊന്ന് കേൾക്കുമ്പോഴാണോ സുഖം ലഭിക്കുന്നത്, ആ കാര്യങ്ങളെ പറ്റി മാത്രം കേൾക്കുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ ഖുർആൻ ക്ലാസുകൾ കേട്ടാലും, എത്രയെത്ര മിമ്പറുകളിൽ നിന്ന് ഖുതുബകൾ കേട്ടാലും, എത്രയെത്ര പാഠങ്ങൾ പഠിച്ചാലും ഒരു ചിന്തകളുമില്ലാത്ത, നാളേക്ക് വേണ്ടി ഒന്നും തയ്യാറാക്കി വെക്കാത്ത, അതിനുവേണ്ടി ഒരു മുൻകരുതലുകളും എടുക്കാത്ത, ദുനിയാവിൽ അഹങ്കരിച്ചട്ടഹസിച്ചു നടന്ന മനുഷ്യന്മാരുടെ പതനം പല രൂപത്തിൽ അറിഞ്ഞിട്ടും കേട്ടിട്ടും കണ്ടിട്ടും യാതൊരു കുലുക്കവും സ്വന്തം മനുഷ്യന്റെ ഹൃദയത്തിലില്ലാത്തൊരു വിഭാഗം ആളുകളുണ്ടല്ലോ. ആ മനുഷ്യന്മാരുടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഖുർആൻ അവസാനം പറയുകയാണ്, ഉലൈക കൽ അൻആമി ബൽ ഹും അവൽ. അവരെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, അവർ നാൽക്കാലികളുണ്ടല്ലോ, നാളേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാത്ത, നാളെ എന്നൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കാത്ത നാൽക്കാലികളുണ്ടല്ലോ, ജീവികളുണ്ടല്ലോ. അതിനേക്കാൾ മോശപ്പെട്ടവരാണ് ഈ ഒരു വിഭാഗം ആളുകൾ. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നാളത്തേക്ക് വേണ്ടി, ദുനിയാവിലെ ജീവിതം നാളത്തേക്കുള്ള പാതയെ തയ്യാറാക്കുന്നതിനുള്ള തിരക്കിലാണ് നമ്മളൊക്കെ. നാളത്തേക്കുള്ള അന്നം കണ്ടെത്തുന്നതിന്റെ തിരക്കിലാണ് നമ്മൾ. ആ തിരക്കിനിടയിൽ പരലോകം പറന്നുപോയി കഴിഞ്ഞാൽ, പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, അങ്ങനെ വലിയൊരു സമൂഹം നമ്മൾക്കിടയിലുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നു. പരലോക ചിന്തകളില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ എത്രത്തോളം നഷ്ടക്കാരാണ് എന്ന് നരകത്തിന്റെ ഭയാനകത ഓർത്തിട്ട് പോലും, അറിഞ്ഞിട്ട് പോലും ഒരു ദിവസത്തെ പറ്റി ചിന്തിക്കാത്ത വലിയൊരു സമൂഹമുണ്ട്. നമ്മൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹം അങ്ങനെയാണ്. നാളേക്ക് വേണ്ടി ഒന്നും തയ്യാറാക്കാത്ത, ചിന്തകളില്ലാത്ത മനുഷ്യന്മാർ. നരകത്തിന്റെ ഭയാനകത അത്രത്തോളമാണ് എന്ന് പഠിപ്പിച്ചു തരുവാൻ കാരണം, അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രമാണ് നമ്മൾക്ക് മുമ്പിലുള്ള ലക്ഷ്യമെന്നത്. അവിടെ വിജയിക്കുക എന്നതാണ് നമ്മളുടെ മനുഷ്യന്റെ ലക്ഷ്യമെന്നത്, ഒരു വിശ്വാസിയുടെ ലക്ഷ്യമെന്നത്. ആ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറരുത്. ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ഏതൊക്കെ സന്ദർഭങ്ങളിലായാലും വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നു യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് മാറുവാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് പലർക്കും പിഴച്ചു പോകുന്നത്. ഏതെങ്കിലും പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോ ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവനിഷേധികളായിട്ട് മാറുന്ന, മതനിയമങ്ങളെ കളവാക്കുന്ന, വളച്ചൊടിക്കുന്ന, ദൈവനിഷേധികളായിട്ട് മതനിഷേധികളായിട്ട് മാറുന്ന വലിയൊരു സമൂഹം. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, ഇവരെ എല്ലാവരെയും നരകത്തിന്റെ മുന്നിലേക്ക്, നരകത്തിന്റെ ഇന്ധനങ്ങളാക്കിക്കൊണ്ട് മാറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും അവസാനത്തെ കുറ്റവാളിയും നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ, ഏറ്റവും അവസാനത്തെ നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ ഖുർആൻ രേഖപ്പെടുത്തി വെച്ചൊരു ഭാഗമുണ്ട്. ആ നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ നരകം ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൽ മിൻ മസീദ്. ഖുർആൻ രേഖപ്പെടുത്തി വെച്ചതാണ്. ഇനിയും ആരെങ്കിലും എന്തെങ്കിലും ബാക്കിയുണ്ടോ? അല്ലാഹുവിനോട് ചോദിക്കുക. അത്രമേൽ പ്രോവിഷ്ടനായിക്കൊണ്ടായിരിക്കും ആ ഒരു സമയത്ത് നരകം ഉണ്ടാവുക. അത്രമേൽ കുറ്റവാളികളെ കൊണ്ട് നിറക്കപ്പെട്ടതായിരിക്കും നരകമാണ്. നരകം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഹൽ മിൻ മസീദ്, ഇനിയും ബാക്കിയുണ്ടോ? ആരെങ്കിലും ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ നരകത്തെ ഓർത്ത്, ഈ നരകത്തിന്റെ ശിക്ഷയെ ഓർത്ത്, ഈ നരകത്തിന്റെ ഭയാനകതയെ ഓർത്ത് ലക്ഷ്യം മറന്നു പോയിട്ടുള്ള ആരെങ്കിലും നമ്മൾക്ക് കൂട്ടത്തിലുണ്ട് എങ്കിൽ നമ്മളുടെ വിശ്വാസത്തെ, നമ്മളുടെ ചിന്തകളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഈ നരകത്തിന് വേണ്ടിയിട്ട് ഇന്ധനങ്ങളായി കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന്മാരും ഒരു വിഭാഗം ജിന്നുകളും ഉണ്ട് എന്ന് പറഞ്ഞതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കുക. നമ്മളും നമ്മളുടെ കുടുംബവും അതിൽ പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നിടത്താണ് നമ്മൾക്ക് വിജയിക്കുവാൻ സാധിക്കുക. അല്ലാഹു നമ്മെ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
وعلى آله وصحبه أجمعين. أما بعد. സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഗൗരവത്തോടെ തന്നെ വസീയത്ത് ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിക്കാരുടെ പിന്നാലെയാണ് ഏതാണ്ട് വലിയ ഒരു വിഭാഗം യുവതലമുറയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ജീവിതമാണ് ഉള്ളത് എന്നും ആ ഒരു ജീവിതത്തിൽ എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്നും അത് സുഖത്തോടെയും സന്തോഷത്തോടെയും ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതും ഒക്കെ ചെയ്തുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുകയല്ലേ വേണ്ടത്, എന്തിനാണ് നിയമങ്ങൾക്കുള്ളിൽ കടന്നു ജീവിക്കുന്നത് എന്നതാണ് ഇത്തരം സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളുടെ കോൺസെപ്റ്റ് എന്നത്. അവർക്കുള്ള ഏക പോംവഴി എന്നത് മതത്തെയും ദൈവത്തെയും മത നിയമത്തെയും നിഷേധിക്കുക, കളവാക്കുക എന്നത് മാത്രമാണ്. അവരൊറ്റ കാര്യം മാത്രമാണ് ഇവർക്ക് മുമ്പിലുള്ള പോംവഴി എന്നത്. അതിനെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുമ്പോൾ മതത്തിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും മതത്തെയും ഒക്കെ വേർതിരിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ പെട്ടുപോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. കാരണം യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയവരാണ്. എന്താണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയ ആളുകളാണ് അത്തരം വിഭാഗത്തിൽ പെട്ടുപോകുന്നത്. ഈ ഒരു ആശയക്കാരെ പറ്റി എന്താണ് ഇവർ ആ രൂപത്തിലേക്ക് ആകുവാൻ കാരണമെന്ന്, എന്താണ് അവരുടെ ആദ്യത്തെ ഘട്ടമെന്ന് ഖുർആൻ നമ്മൾക്ക് താക്കീത് നൽകുന്നുണ്ട്, നമ്മൾക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സ്വർഗാവകാശികളായിട്ടുള്ള ആളുകൾ നരകത്തിലെ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുർആൻ രേഖപ്പെടുത്തി വെച്ചു, മാസലക്കും ഫീ സഖർ, എങ്ങനെയാണ് നിങ്ങൾ ഈ നരകത്തിലേക്ക് എത്തിപ്പെട്ടത്? അവർ പറയുന്ന മറുപടിയായി കൊണ്ട് രേഖപ്പെടുത്തി വെച്ചത് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരം നിർവഹിക്കാത്ത ആളുകളായി. പള്ളികളിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ ഉണർന്നിരിക്കുന്നുണ്ട്, ഞങ്ങൾ ആ വചനത്തെ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങാടികളിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളും ഒത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആ നമസ്കാരത്തെക്കാൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ ജോലികളായിരുന്നു, ഞങ്ങളുടെ ചർച്ചാ വിഷയങ്ങളായിരുന്നു, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ പണിയായിരുന്നു, ഞങ്ങളുടെ ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നില്ല. വീണ്ടും പറയുന്നുണ്ട്, വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ ദരിദ്രരായിട്ടുള്ള മിസ്കീനായിട്ടുള്ള ആളുകളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ താല്പര്യമുള്ള ആളുകളായിരുന്നില്ല. ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഞങ്ങളുടെ പണത്തിൽ നിന്ന് അവർക്ക് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി ദാനം നൽകി കഴിഞ്ഞാൽ എന്റെ സമ്പാദ്യത്തിൽ എന്തെങ്കിലും ഒന്ന് കുറവ് സംഭവിക്കുമോ എന്ന ഭയത്താൽ ഞങ്ങൾ അതിൽ താല്പര്യം കാണിച്ചിരുന്നില്ല. പിന്നെയും പറയുകയാണ്, ദുനിയാവിലെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അഹങ്കരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ, ഞങ്ങളും ആ കൂട്ടത്തിലേക്ക് യോജിച്ചുകൊണ്ട് ഞങ്ങളും അഹങ്കാരികളായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ ദുനിയാവിൽ സന്തോഷിച്ച് ജീവിക്കാം, ഭൗതികമായ ഈ ലോകത്തെ സുഖങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത. ഞങ്ങൾക്ക് പലരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു.
ഒരു വിചാരണയുടെ ദിവസം, വിലയിരുത്തലിന്റെ ദിവസം, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം പരിശോധിക്കപ്പെടുകയും അതിനർഹമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ ലോകം നിങ്ങൾക്ക് കടന്നു വരാനുണ്ട് എന്ന് ഞങ്ങളോട് പറയുമ്പോഴും ഞങ്ങൾ അതിനെ കളവാക്കി ജീവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഭൗതികമായ ജീവിതം സന്തോഷിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ഞങ്ങൾ നാളെ എങ്ങനെ സന്തോഷിക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ മരണം പിടികൂടി. ഞങ്ങൾ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, നാളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഇന്ന് ഞങ്ങളെ മരണം പിടികൂടി. അങ്ങനെയാണ് ഞങ്ങൾ ഈ നരകത്തിലേക്ക് എത്തിച്ചേർന്നത്. നാളത്തെ ജീവിതം എങ്ങനെ സുഖമുള്ളതാക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ, അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ ഇന്ന് എന്നെ മരണം പിടികൂടി. എനിക്കതിൽ നിന്ന് രക്ഷയില്ല, അതിൽ നിന്ന് എനിക്കൊരു പിന്നോട്ട് പോക്കില്ല. എന്താണോ ഞാൻ ചെയ്തത് അതിനുള്ള ഫലമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് മനുഷ്യൻ, ഇതാണ് ആദ്യത്തെ ഘട്ടം. ആ ഘട്ടത്തിലൂടെ ആദ്യത്തെ ഘട്ടം ആദ്യം വിശ്വാസം കുറഞ്ഞു, ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നീട് കാലക്രമേണ ഒന്നുമില്ലാത്തവനായിട്ട് മാറും. അവസാനം കെട്ടുപൊട്ടിയ പട്ടം പോലെ ഒരു ഉപയോഗവുമില്ലാതെ ഏതെങ്കിലും മരത്തിലോ വെള്ളത്തിലോ വീഴുന്ന ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു വസ്തുവായിക്കൊണ്ട് മാറും. അതേസമയം നിയന്ത്രണത്തോടുകൂടി പറന്നുകൊണ്ടിരിക്കുന്ന പട്ടം അത് എത്ര കാലം വേണമെങ്കിലും അവിടെ തന്നെ ഉണ്ടാകും. അതാണ് നിയന്ത്രണത്തോടുകൂടി നിയമങ്ങൾക്കുള്ളിൽ നിന്ന് ജീവിച്ച് മരിച്ചാലുള്ള ഗുണം. പ്രിയപ്പെട്ടവരെ, നിയന്ത്രണം എപ്പോഴും നമ്മളെ വിലങ്ങുതടിയാക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മളുടെ ചിന്തകളെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഉപദ്രവം ചെയ്യും, നമ്മളുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കപ്പെടും, ഉപയോഗശൂന്യമായ ഒരു ജീവിതമായി മാറും നമ്മളുടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ, ഇത്തരം ചിന്താഗതികൾ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരെ നമ്മൾ ഭയപ്പെടണം. നമ്മളുടെ സമൂഹത്തിൽ, നമ്മൾക്കിടയിൽ, നമ്മളുടെ മക്കൾക്കിടയിൽ, യുവതലമുറകൾക്കിടയിൽ, നമ്മളുടെ സമൂഹത്തിലുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ഈ വിഷത്തെ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ജനസമൂഹം അതിനുവേണ്ടി പിന്നിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ മനസ്സിലാക്കുവാനും അവർക്കെതിരെ നിൽക്കുവാനും നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ നാളെ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ, നമ്മളുടെ മക്കൾ ഈ ആശയവുമായി മുന്നിലേക്ക് വരും. അവിടെ നമ്മൾ ഖേദിച്ചുകൊണ്ട് കാര്യമില്ല, അവിടെ നമ്മൾ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ മുന്നിട്ട് തയ്യാറായി ഇറങ്ങിയിട്ടില്ല എങ്കിൽ നമ്മൾ അതിന്റെ പാർശ്വഫലം അനുഭവിക്കേണ്ടി വരും എന്നത് തീർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, നാളേക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ, നാളെ പരലോകത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീട്ടിലുള്ളവരും എന്റെ സഹപാഠികളും എന്റെ സുഹൃത്തുക്കളും അതിനുവേണ്ടി തന്നെ പണിയെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അവിടെയാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയും യഥാർത്ഥ മനുഷ്യനുമായി മാറുക. അല്ലാഹു നമ്മെ